ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് സാൻസെ ഷാം എന്ന് വെച്ചുകൊണ്ടൊരു സ്ഥലത്താണ്. അത് ഞങ്ങളുടെ ആംസ്റ്റർഡാം സെൻട്രാലിൽ നിന്ന് ഒരു ട്രെയിൻ കയറി പോയി. ഒരു സെൻട്രാലിൽ നിന്ന് ഒരു 20 minutes ഡിസ്റ്റൻസേ ഉള്ളൂ. അടുത്തുള്ള ഒരു ടൗണാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെയാണ് പണ്ട് കാലത്തെ പഴയ വിൻഡ് മില്ലൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഒരു സംഭവമാണ് ഈ കാണുന്ന മഞ്ഞ ഷൂസ്. കണ്ടോ, അത് തടിയും കൊണ്ടുണ്ടാക്കുന്ന ഷൂസാണ്. ഇത് പണ്ട് കാലത്ത് ഇവിടുത്തെ ആൾക്കാർ ഈ ചെരുപ്പൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു. ആ സമയത്ത് അവർ തടിയും കൊണ്ടായിരുന്നു ചെരുപ്പ് ഉണ്ടാക്കിയതും അവിടുത്തെ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഇട്ടുകൊണ്ട് നടന്നതൊക്കെ. അപ്പോൾ ഇത് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സും അല്ലെങ്കിൽ പിന്നെ ഫിഷർമെൻസ് അല്ലെങ്കിൽ പിന്നെ ഈ ഫാമേഴ്സ് അവർക്ക് വേണ്ടിയൊക്കെ ഉള്ള ഷൂസായിരുന്നു. അപ്പോൾ ഇതാ നേരത്തെ കൈ കൊണ്ട് അവരിങ്ങനെ ആയിരുന്നു കാവ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 20th century ഒക്കെ ആയപ്പോഴത്തേക്ക് അവരത് മെഷീനറി ആക്കി നല്ലപോലെ അവർ കാവ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ മെഷീൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ ഒരു എന്താ പറയുക ഡെമോൺസ്ട്രേഷനും കാണിക്കും, ആ ഷൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതുമൊക്കെ. അപ്പം ഇപ്പോഴും ഇവിടുത്തെ ചില വില്ലേജസിലൊക്കെ അവരുടെ അടുത്ത് ഒരു പെയർ ഓഫ് ഇങ്ങനത്തെ വുഡൻ ഷൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫേമസ് ഡച്ച് വുഡൻ ക്ലോഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, പല കളറിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തടിയുടെയാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റബ്ബർ പോലെ തോന്നും, പക്ഷേ ഇതെല്ലാം തടിയുടെ ഷൂസാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ സുവെനിയേഴ്സായിട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടി കുറേ സംഭവങ്ങൾ ഈ കടയിലുണ്ട്. ഇതൊരു ചെറിയ ആ ടൗണിലൊരു ചെറിയൊരു സ്റ്റോർ പോലെ ഏരിയ ആണ്. അവിടെ ഇവർ ഈ ഡെമോൺസ്ട്രേഷൻ നടക്കും. കൂടെ അവിടുത്തെ ഐറ്റംസ് അവർ ചെയ്യുന്നതെല്ലാം വിൽക്കുകയും ചെയ്യും. അപ്പം ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്യൂട്ട് സ്റ്റോറായിരുന്നു. ഈ 2-3 ദിവസത്തേക്കൊക്കെ കറങ്ങാൻ വരുമ്പോഴത്തേക്കും ആംസ്റ്റർഡാമിൽ നിന്ന് അടുത്ത് പോയി കാണാൻ പറ്റുന്ന ഒരു ടൗണാണ് സാൻസെ ഷാമും പിന്നെ സാന്താം. അവിടെയും ഞങ്ങൾ അന്ന് തന്നെ പോയായിരുന്നു. സെൻസ് ബിനുവൻ എബൻ അവരും നമ്മുടെ കൂടെ 2-3 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഒത്തിരി നീണ്ട യാത്ര ചെയ്ത് സമയം കളയാനായിട്ട് വേണ്ടി നോക്കിയില്ല. നമ്മൾ ഒരു സ്ലോ വെക്കേഷൻ പോലെയായിരുന്നു. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമൊക്കെ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം നമ്മൾ വീട്ടിലെല്ലാവരും സ്പെൻഡ് ചെയ്തു. മാൾട്ടയിലൊക്കെ മുക്കിനും മൂലയിലും പള്ളികളാണെന്ന് പറയുന്ന പോലെ തന്നെ ആംസ്റ്റർഡാമിൽ മുക്കിനും മൂലയിലും മ്യൂസിയംസ് ആണ് കാണപ്പെടുന്നത്. എന്തിനാ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് നോക്കുമ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത ആൾക്കാരെ കാണിക്കാനായിട്ട് വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ ഈ സ്ഥലത്തിലത്തെ 2-3 വിൻഡ് മിൽസ് അവർ പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ സെയിം വിൻഡ് മില്ലാണ് അവർ ഇത്രയും നാളും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതും. പിന്നെ ഈ ടൗണിലത്തെ പല വീടുകളൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നത് അതേപോലെ അവർ റെനോവേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു ടൂറിസ്റ്ററി പ്ലേസ് അങ്ങനെയാണ് ആയി മാറിയിരിക്കുന്നത്. എന്തിന് ഈ ഒരു വില്ലേജിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ചെറിയൊരു ടൗണാണ്, പക്ഷേ ഇവിടുത്തെ വീടുകളും ഇതൊരു കോഫി ഷോപ്പാണ്. എന്നുവെച്ചാൽ ഈ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അവിടുത്തെ വീടുകളും എങ്ങനെയായിരുന്നു അവിടുത്തെ കോഫി ഷോപ്പ് എങ്ങനെയായിരുന്നു അവിടുത്തെ സ്റ്റോഴ്സ്, അതേ രീതി തന്നെയാണ് അവരെല്ലാം ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു. നമുക്ക് 2 മണിക്കൂറിൽ കണ്ടു തീരാവുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പം നടന്നുകൊണ്ടിരുന്നപ്പം കണ്ട ഒരു സ്റ്റോറാണ്. ഇതൊരു പഴയ വീടാണ്. അതിൻ്റെ ഉള്ളിൽ അവിടെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളും
ഒക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്നും ഇങ്ങനെ നിൽക്കത്തില്ല, അതേപോലെ ഇങ്ങനെ നിന്ന് എല്ലാം സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വേണ്ടി തോന്നും. അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ളൊരു സാധനങ്ങളൊക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അത്രയും നോക്ക്, അത്ര ഇതിനോ ഇത് രസമാണല്ലേ. ഇതിങ്ങനെ നീലയും വെള്ളം കാണാൻ. ഇതുണ്ടോടി താഴത്തെ കാറ്. വേണ്ട, ഇവിടെ സോപ്പുണ്ട്. നീ സൺഷൈൻ സോപ്പ് വേണോ? നാരങ്ങയുടെ ഉണ്ടല്ലോ, അത് ലാവൻഡർ. നാട്ടിൽ കിട്ടുന്ന സോപ്പ് ശരിയാണോ? ഇത് റോസിൻ്റെ. ഓ, ഇത് അടിപൊളിയടി. എനിക്ക് പേഴ്സണലി പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എവിടെ ചെന്നാലും ഞാൻ പെർഫ്യൂംസ് പണ്ടൊക്കെ കുറേ കളക്ട് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇച്ചിരി മിനിമലിസ്റ്റിക് ആക്കാനായിട്ട് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടമുള്ള 2 പെർഫ്യൂം ഉണ്ട്. അതെൻ്റെ പെർമനൻറ്റ് സിഗ്നേച്ചർ സെൻറ്റാണ്. അപ്പം ഞാൻ അത് തന്നെ തീരുമ്പോൾ ഒരെണ്ണം വെച്ചോണ്ട് വാങ്ങിക്കത്തേ ഉള്ളൂ. പക്ഷേ പെർഫ്യൂംസിനോടുള്ളൊരു സ്നേഹം എപ്പോഴും ഭയങ്കര സ്ട്രോങ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് ഈ ക്യൂബ്സ് കണ്ടായിരുന്നു. ഇത് ഫ്രേഗ്രൻസ് ക്യൂബ്സ് എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ വാർഡ്രോബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ ക്യാൻഡിൽ കത്തിക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു ക്യൂബ് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ആ ഒരു ഫ്രേഗ്രൻസ് നിൽക്കും. പിന്നെ ഈ സെൻറ്റഡ് ക്യാൻഡിലും അങ്ങനത്തെ സംഭവമൊക്കെ ഇപ്പോൾ ഭയങ്കര ടോക്സിക് ആയി മാറുമല്ലേ. അപ്പം അതിൻ്റെ ഫ്യൂംസൊക്കെ അത്ര നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഇങ്ങനത്തെ ക്യൂബ്സ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. അത് അത്രയും നല്ലത്. അത് ഓർഗാനിക്കുമാണ്, നമുക്ക് ഹാംഫുള്ളും അല്ല. അങ്ങനെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് കട്ട്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് പൊതുവേ ഹോം ഡെക്കോർ ഐറ്റംസ് എന്താണെങ്കിലും എനിക്ക് കുറേ ഇഷ്ടമാണ്. വീട്ടിൽ വെക്കുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും എനിക്ക് ഉടുപ്പിനോടുള്ള സ്നേഹത്തിനെക്കാട്ടിലും ഒത്തിരി അധികം ഇഷ്ടം എനിക്ക് വീട്ടിലെ ഓരോരോ സാധനങ്ങളിലോടാണ്. അപ്പോൾ ഈ കട്ട്ലറീസ് വരും, ഈ ചൈന കട്ട്ലറീസൊക്കെ എന്നാ ബ്യൂട്ടിഫുൾ. നമുക്കിത് ഈ കടയിലുള്ള എല്ലാ സാധനവും എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നി. ഇത് ആൻറ്റീക്ക് ഫ്രെയിംസ് ഇതൊക്കെ. അപ്പോൾ ഈ പണ്ട് കാലത്തെ ഫ്രെയിംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ രീതിയിൽ അവർ ഫ്രെയിംസ് ആക്കി വെച്ചിരിക്കുന്നതും, പിന്നെ കുറേ നല്ല മാതാവിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അടിപൊളി ചെറിയ ചെറിയ ക്യൂട്ട് ഏഞ്ചൽസിൻ്റെ സ്റ്റാച്യൂസും അങ്ങനത്തെ കുറേ ഹോം ആക്സസറീസ്, ഹോം ഡെക്കോർ ഐറ്റംസ് ഈ ചെറിയൊരു കുട്ടി സ്റ്റോറിലുണ്ടായിരുന്നു. ഇത് എനിക്കൊന്ന് ആരെങ്കിലും സാൻസ് ഷാമിൽ പോവുകയാണെങ്കിൽ മസ്റ്റ് ഈ ഒരു സ്റ്റോറിൽ പോയേ പറ്റുമെന്ന്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാതെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. What happened, Josmon? Are you bored? പക്ഷെ ഭയങ്കര ക്യൂട്ട് സ്റ്റോർ ആയിരുന്നു. ഞാൻ വരണ്ടായിരുന്നു. ഇല്ല, നമ്മളന്ന് കയറിയില്ല.
അങ്ങനെ നമ്മൾ സാൻസഷാം കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്ന് നമ്മളൊരു ട്രെയിൻ പിടിച്ച് നെക്സ്റ്റ് സ്റ്റോപ്പായിരുന്നു സാന്താമും ഭയങ്കര കുട്ടിയൊരു ടൗണാണ്. ആംസ്റ്റർഡാമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും 2 ദിവസത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോവാം. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടുത്തെ വീടുകൾ ഇങ്ങനെ ചില ടോയ് കളിപ്പാട്ടം പോലെ ഇവിടുത്തെ വീടുകളെല്ലാം ഇരിക്കുന്നത്. ഈ നേരെ കാണുന്ന വലിയ ബിൽഡിംഗ് കണ്ടു, അത് ഭയങ്കര ഫേമസ് ആയി സാന്താമിൽ. അപ്പം ആക്ച്വലി ഇത് നമുക്ക് ഈ ഒരു സ്ട്രീറ്റ്, ഈ ഒരു ടൗൺ എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രീറ്റുകൾ ഭയങ്കര ഫേമസ് ആയിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിൽ അരമണിക്കൂറിൽ നമുക്കൊന്ന് നടന്ന് കാണാവുന്ന സ്ഥലമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ കുട്ടി ഫ്ലവർ ബുട്ടീക്കുണ്ട്, ചെറിയ ചെറിയ ക്യാഫേസ് ഉണ്ട്, പിന്നെ കുറേ ചെറിയ ചെറിയ സ്റ്റോഴ്സും പിള്ളേർക്കുള്ള പ്ലേ ഏരിയ, കസീനോ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സ്ട്രേറ്റ് ആയിട്ടുള്ള ലെയിനും പിന്നെ ഇങ്ങനെ ക്രിസ് ക്രോസ് ബ്രിഡ്ജസ് ഒക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ഞാനും ജോസും നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പം ബിനുവിന് ഇവിടെ വരണം, ഈ ബിൽഡിംഗ് കാണണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. എൻ്റെ ഫോട്ടോസിൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബിൽഡിങ്സ്. അപ്പം പിന്നെ അവൾ അതല്ലാതെ തന്നെ റീൽസിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സാന്താമിലെ. അപ്പം അങ്ങനെ അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇത് ആക്ച്വലി അടുത്തുള്ള സ്ഥലമാണ് ആംസ്റ്റർഡാമിൻ്റെ. അപ്പം നമ്മളിങ്ങോട്ട് ഇവിടെ വന്നു. ഞങ്ങൾ ഇവിടെ നിന്നാണ് പിന്നെ ലഞ്ച് കഴിച്ചത്. ഞങ്ങളുടെ ലേറ്റ് ലഞ്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് അങ്ങനെ അവർ അവിടെ നിന്ന് കുറേ അടിപൊളി പിക്ചേഴ്സൊക്കെ എടുത്ത് അവർക്ക് സന്തോഷമായി ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ സാന്താമിനോട് ഇവിടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് ആംസ്റ്റർഡാം സെൻട്രലിലോട്ട് വീണ്ടും ഇവർക്ക് കുറേ പുതിയ സംഭവങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ജോസ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. ജോസിന് ഫുട്ബോൾ കളിച്ചിട്ട് കാലിന് ഇച്ചിരി പണി കിട്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പം ജോസ് രാവിലോട്ട് നടന്ന് ഇച്ചിരി വയ്യാതായിരുന്നു. അപ്പം ഞങ്ങളെ സെൻട്രലിലാക്കിയിട്ട് ജോസ് വീട്ടിൽ പോയി. ഞാനും ബിനുവും ചുമ്മാ ആംസ്റ്റർഡാം സെൻട്രലിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴായി ഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ ആ സ്ട്രീറ്റ്സിലെല്ലാം. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടമായി ക്രിസ്മസ് ടൈമിൽ യൂറോപ്പിൽ എവിടെ ചെന്നാലും അവർ നല്ല ഭംഗിയായിട്ട് അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ഇതൊരു സ്റ്റോറിൽ അവർ ഈ ചെറിയ ചെറിയ ബണീസ് ക്രിസ്മസ് ട്രീയിൽ മൊത്തം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിക്ചേഴ്സൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ സ്ട്രീറ്റ്. അപ്പം ഇവിടെയാണ് എല്ലാം ഹൈ എൻഡ് സ്റ്റോറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി നേരം ഡാം സ്ക്വയറിൻ്റെ അവിടെ ഇച്ചിരി കറങ്ങി തിരിഞ്ഞ് എന്നിട്ട് ഇച്ചിരി പിക്ചേഴ്സൊക്കെ എടുത്തു. എന്നിട്ട് ചില കടകളൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അതായിരുന്നു ഡേ 2 വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ആംസ്റ്റർഡാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.